ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി കേസരിയാണ് കേട്ടോ, റവ കേസരി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരിയും നമുക്കൊന്ന് വറുത്ത് എടുക്കാം കേട്ടോ. നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ കുറച്ചേ ഇരിപ്പുണ്ടായിരുന്നുള്ളൂ, അതാണ് ഞാൻ ഇത്തിരി ഇട്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. നമ്മൾ ആ നെയ്യിലേക്ക് തന്നെ ഒരു 1.5 കപ്പ് റവ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വറുത്ത റവ, റോസ്റ്റഡ് റവ തന്നെയാണ്. നമ്മൾ ഈ നെയ്യിലിട്ട് നല്ലോണം ഒന്ന് മൂപ്പിക്കുന്നേ ഉള്ളൂ. അല്ല, വലിയ ഗോൾഡൻ കളറൊന്നും ആവണ്ട. എല്ലാം നമ്മുടെ ഈ നെയ്യ് ഈ റവയിലേക്കൊന്ന് അതിൻ്റെ ഫ്ലേവർ എത്തണം. അതിനായിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് അതേ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ 1.5 കപ്പ് റവയ്ക്ക് 3.5 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളയ്ക്കുന്നതാണ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. നമ്മുടെ വെള്ളത്തിന് ആ നെയ്യുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂണും കൂടെ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന റവേനെ ഇട്ട് കൊടുത്ത് നല്ലോണം നമുക്ക് ഇളക്കി ഇതൊന്ന് വെന്ത് നല്ലോണം വേകണം നമ്മുടെ റവ കേട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഇതിങ്ങനെ ഉടച്ചിങ്ങെടുക്കണേ. കട്ടകൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മുടെ റവ ഒന്ന് വെന്ത് നല്ലോണം കുറുകി അതിൻ്റെ വെള്ളം വറ്റി വന്നപ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതൊരു 1.25 കപ്പോളം പഞ്ചസാര ചേർക്കാം. അപ്പോഴാണ് നല്ല മധുരത്തിൽ നമുക്ക് കിട്ടണേ. ഞാൻ ഇവിടെ ഇച്ചിരി കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് മധുരം മതി, അതുകൊണ്ടാണ്. ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ റവ ഒന്നും കൂടെ ഒന്ന് ലൂസാവും. ഈ ടൈമിൽ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ഏലക്കയും അതുപോലെ തന്നെ ഒരു 2-3 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഫുഡ് കളർ ചേർക്കണം ഒരു നിർബന്ധമില്ല കേട്ടോ. ഇനി കളറിന് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്താലും മതി. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമുക്കിതുപോലെ നല്ലോണം ഇളക്കി കട്ടകളൊക്കെ ഒന്ന് ഉടച്ചിങ്ങെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ റവയിലെ വെള്ളമൊക്കെ വറ്റിങ്ങ് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാൻ വേണ്ടി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് ഒന്ന് ഒടിച്ച് ഞുറുക്കിയിട്ടിട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം ഇത് നല്ലോണം ഇതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ. ഇനി ഏകദേശം ഒരു 2-3 മിനിറ്റും കൂടി നമുക്കൊന്ന് തീ കത്തിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് നമ്മുടെ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ഒരു രീതി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഏകദേശം നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇത് ചൂടോടുകൂടി ഏതൊക്കെ പാത്രത്തിലേക്കാണോ നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യണം കേട്ടോ. സെറ്റ് ചെയ്യുന്നില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ആ കേസരിയുടെ ആ ഒരു ഇത് കിട്ടാൻ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഞാനിത് ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്കാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് കുറച്ച് ഒരു സ്പൂണും കൊണ്ട് കോരിയിട്ടതിന് ശേഷം നല്ലോണം ടൈറ്റ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഷേപ്പിൽ നമുക്ക് കിട്ടുമേ. ഇപ്പോൾ ഞാനിവിടെ ആ പാത്രം മൊത്തം ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഡിമോൾഡ് ചെയ്തങ്ങ് എടുക്കാം കേട്ടോ. വേറൊരു പാത്രത്തിലേക്ക് കൊട്ടിയാൽ മതി, കറക്റ്റായിട്ടങ്ങ് പോരും. കാരണം നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് പാത്രത്തിലൊട്ടി പിടിക്കൊന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ നല്ല അടിപൊളി കേസരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണാൻ മാത്രമല്ല കഴിക്കാനും അടിപൊളിയാണ്. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.